ഗുഡ് മോർണിംഗ്. ഇന്ന് വേൾഡ് പ്രീമെച്യൂരിറ്റി ഡേ ആണ്. പ്രീടേം ബേബീസ് എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. എന്താണ് പ്രീടേം ബേബീസ്? അമ്മയുടെ ഗർഭപാത്രത്തിൽ സാധാരണഗതിയിൽ ഒരു ഫീറ്റസ് കിടക്കേണ്ടത് 280 ദിവസങ്ങളാണ്. ഓക്കെ, നമ്മൾ ആഴ്ചയുടെ കണക്ക് പറഞ്ഞാൽ 37 വീക്സ് ആൻഡ് മോർ ആണ് ശരിക്കും ഒരു ടേം ഡെലിവറി അല്ലെങ്കിൽ ടേം ബേബി എന്ന് പറയുന്നത്. അതിനു മുമ്പ്, ഈ സമയം എത്തുന്നതിന് മുമ്പ് ഡെലിവറി ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പ്രീടേം ഡെലിവറി എന്ന് പറയുന്നത്. അത്തരം കുട്ടികളെയാണ് പ്രീടേം ബേബീസ്, പ്രീമെച്യൂർ ബേബീസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് തൊട്ടാണ് നമ്മൾ ഈ ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, വീക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ തന്നെ പ്രീടേംസിൽ തന്നെ പ്രധാനമായിട്ട് 2 കാറ്റഗറി ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് പ്രീടേം, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡിൽ നിന്ന് 34 ആഴ്ചകളോ അതിന് ശേഷമോ ഉണ്ടാകുന്ന ഡെലിവറിയാണ് ലേറ്റ് പ്രീടേം എന്ന് പറയുന്നത്. പ്രീടേമിറ്റിയിൽ തന്നെ താരതമ്യേന കോംപ്ലിക്കേഷൻസ് കുറഞ്ഞതും ക്ലിനിക്കലി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ലേറ്റ് പ്രീടേം എന്നുള്ളത്. നേരെ മറിച്ച് 34 വീക്സിന് താഴെയാകുമ്പോൾ അത് ഏർലി പ്രീടേം എന്നതിൽ വരും. ഈ പ്രീടേം ഡെലിവറി ആയിട്ടും പ്രീമെച്യൂരിറ്റി ആയിട്ടും ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് കാണുന്നത് ഈ ഏർലി പ്രീടേംസിലാണ്. ഓക്കെ, പ്രീടേംസിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ആദ്യമായിട്ട് ഇത്രയും ഈ 37 ആഴ്ചയോളം ഉള്ളിൽ കിടക്കേണ്ടത് കുട്ടിയുടെ എല്ലാ രീതിയിലുമുള്ള വളർച്ചയ്ക്കും എല്ലാ സിസ്റ്റംസിൻ്റെയും മെച്യൂരിറ്റിക്കും വളരെ പ്രധാനമാണ്. ഇവിടെ ആഴ്ചകളും ദിവസങ്ങളും കുറയുമ്പോൾ എല്ലാ രീതിയിലുമുള്ള മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളും വേറെ ഒരുപാട് വെയിറ്റ് കുറവിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള ഇഷ്യൂസ് കാരണമാണ് പ്രീടേം ബേബീസിന് നമുക്ക് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടി വരുന്നത്. ചിലർക്ക് NICU അഡ്മിഷൻ, ചിലർക്ക് പല രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ് എല്ലാം ചെയ്യേണ്ടി വരും. ഓരോ കുട്ടിയുടെയും ശാരീരികമായ അവസ്ഥയനുസരിച്ചും മെച്യൂരിറ്റി ലെവൽ അനുസരിച്ചും വെയിറ്റ് അനുസരിച്ചുമാണ് എത്രത്തോളം ഇൻ്റർവെൻഷൻ നമുക്ക് വേണ്ടി വരും എന്ന് പറയാൻ കഴിയുക. ഇവിടെ ആദ്യത്തെ ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ജനിച്ച ഉടനെ കരയുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. കുട്ടിയുടെ ശ്വാസകോശത്തിൻ്റെ വികസനത്തിനും നോർമൽ ആയിട്ടുള്ള ശ്വസന പ്രക്രിയ തുടങ്ങുന്നതിനും അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ട വേറെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതിനും ജനിച്ച ഉടനെ തന്നെയുള്ള ഈ കരച്ചിൽ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത്തരത്തിൽ ക്രൈ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത്, CIAB എന്നാണ് നമ്മളത് പറയുക. പ്രീടേം ബേബീസിൽ ഇത്തരത്തിലുള്ള സ്പോണ്ടേനിയസ് ആയിട്ട് കരച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജനന സമയത്ത് തന്നെ ആ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഉള്ളിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്നുള്ള ഒരു വെള്ളത്തിലാണ് കുട്ടി കിടക്കുന്നത്. അവിടെ പ്ലാസന്റ് വഴിയാണ് കുട്ടിയുടെ ന്യൂട്രീഷനും എല്ലാ രീതിയിലുള്ള പ്രക്രിയകളും നടക്കുന്നത്. ആ ഒരു ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആയ അവസ്ഥയിൽ നിന്നും ലങ്സ് സ്വന്തമായിട്ട് ശ്വാസം എടുത്ത് തുടങ്ങുകയും ആ ഒരു ശ്വസന പ്രക്രിയ പൂർണ്ണമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും വേണം. ഈ ഒരു പ്രോസസ്സ് വളരെ സ്മൂത്ത് ആയിട്ട് പലപ്പോഴും പ്രീടേംസിൽ നടക്കാറില്ല എന്നുള്ളതാണ് കാര്യം. ഇതിനെ മാക്സിമൈസ് ചെയ്യാനായിട്ട്, ഇതിനുള്ള സാധ്യത കൂട്ടാനായിട്ട് നമ്മൾ പ്രീടേം ബേബീസിൽ സ്റ്റെറോയിഡ്സ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. നമ്മൾ വേണ്ട രീതിയിൽ അതിനുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുക്കാറുണ്ട്, സോ ദാറ്റ് ദ ട്രാൻസിഷൻ ബിക്കംസ് സ്മൂത്ത്. പക്ഷേ ഇൻസ്പെക്ട് ഓഫ് ദാറ്റ് ചില കേസുകളിൽ നമുക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ഇത്തരം അവസരങ്ങളിൽ കുട്ടി ജനിച്ച ഉടനെ കരയാതിരിക്കുകയും നമുക്ക് കുട്ടിയെ കരയിപ്പിക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയും ചെയ്യും. അതിൽ നമ്മൾ ആദ്യം കുട്ടീനെ ഡ്രൈ ചെയ്യുക, സക്ഷൻ ചെയ്യുക തുടങ്ങിയ പ്രാഥമികമായ സ്റ്റെപ്സ് ഉണ്ട്. അതിൽ പറ്റിയില്ലെങ്കിൽ നമ്മൾ ബാഗ് ആൻഡ് മാസ് വെന്റിലേഷൻ ഉൾപ്പെടെയുള്ള ഓക്സിജൻ കൊടുക്കൽ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലേക്കും കടക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഒരു പ്രീടേം ബേബിയുടെ ആദ്യത്തെ കടമ്പ. ഈ ഒരു കടമ്പ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് തരണം ചെയ്തു എന്ന് പറയാൻ പറ്റും. പിന്നെ കുട്ടിയുടെ ഭാരമാണ് നമുക്ക് അടുത്തതായിട്ടൊരു ക്രൈറ്റീരിയ വരുന്നത്. ഭാരക്കുറവ് 2.5 കിലോ തൊട്ട് 3.5 കിലോ വരെയാണ് നോർമൽ ഒരു ബേബിയുടെ വെയിറ്റ്. 2.5-ൽ നിന്ന് കുറവുള്ള ബേബികളെ ലോ ബർത്ത് വെയിറ്റ് LBW ബേബീസ് എന്നാണ് വിളിക്കുക. അതിൽ തന്നെ പിന്നെയും VLBW തുടങ്ങിയ പല കാറ്റഗറികളുമുണ്ട് വെയിറ്റ് കുറഞ്ഞു വരുന്നതനുസരിച്ച്. അപ്പോൾ വെയിറ്റ് എത്രത്തോളം കുറവാകുന്നു അത്രത്തോളം ഇൻ ജനറൽ കോംപ്ലിക്കേഷൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. കുട്ടിയുടെ ആദ്യത്തെ 48-72 മണിക്കൂറുകളിൽ ഷുഗർ കുറയാനും പിന്നെ മഞ്ഞ നിറം NNH, നിയോനേറ്റൽ ഹൈപ്പർബിലിറൂബിനീമിയ, ന്യൂബോൺ ജോണ്ടിസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടും. അങ്ങനത്തെയുള്ള പലതരം റിസ്കുകൾ പ്രീടേം ബേബീസിൽ ഉണ്ടാവാറുണ്ട്. ഇത് ജനിച്ച ഉടനെ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെവലിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇനി ജനിച്ച ഉടനെ കരയാതിരിക്കുകയും നമുക്ക് റെസ്പിറേറ്ററി സപ്പോർട്ട് കൊടുക്കേണ്ടി വരികയും ചെയ്യുന്ന കുട്ടികളെ നമുക്ക് തീർച്ചയായിട്ടും NICUയിൽ അഡ്മിറ്റ് ചെയ്യുകയും അവർക്ക് ഓരോ കുട്ടിയുടെയും കണ്ടീഷൻ അനുസരിച്ച് ബ്ലഡിലെയും എക്സ്റേയിലെയും ടെസ്റ്റുകൾ അനുസരിച്ച് നമുക്ക് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഓരോ കുട്ടിയിലും വ്യത്യസ്തമാണ്. അതായത് പ്രീടേം ഡെലിവറിയുടെ കേസിൽ നമുക്ക് സാധാരണ ഒരു പ്രസവം പോലെ ജനിച്ചു കഴിഞ്ഞ 5 മിനിറ്റിനുള്ളിൽ കുട്ടിയെ പാരൻസിനടുത്ത് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഇനി പ്രീടേം കോംപ്ലിക്കേഷൻസിൽ പല സിസ്റ്റത്തിനെയും അത് ബാധിക്കാം. നമ്മുടെ ശ്വസന വ്യവസ്ഥയെ, റെസ്പിറേറ്ററി സിസ്റ്റത്തെ, കാർഡിയാക് സിസ്റ്റത്തെ അത് ബാധിക്കാം. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തെ ബാധിക്കുമ്പോൾ HMD, ഹൈലി മെംബ്രെയിൻ ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖം അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്ന കാര്യങ്ങളാണ് ന്യൂ ബോൺസിൽ കൂടുതലായിട്ട് വരാറുള്ളത്. അപ്പോൾ അത് ശ്വസന പ്രക്രിയയ്ക്ക് നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഓക്സിജൻ കൊടുക്കുകയോ പല തലത്തിലുള്ള സപ്പോർട്ടുകൾ കൊടുക്കുകയോ ചില സമയങ്ങളിലെങ്കിലും CPAP തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുകയോ ചില എക്സ്ട്രീം കേസുകളിൽ വെന്റിലേറ്റർ സപ്പോർട്ട് വരെ കൊടുക്കേണ്ടി വരികയോ ചെയ്യും.
പിന്നെ കുട്ടികളിൽ ഈ ലെൻസിന്റെ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സർഫക്റ്റിൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഡെഫിഷ്യൻ്റ് ആയിരിക്കുന്ന ഒരു വളരെയധികം പ്രീടേം അവസ്ഥകളിൽ 31-32 വീക്സ് പോലുള്ള ചില കേസുകളിൽ നമുക്ക് പുറമേ നിന്ന് സർഫക്റ്റിന് കൊടുക്കേണ്ട ഒരു എക്സ്ട്രീം അവസ്ഥയും ഉണ്ടാവാറുണ്ട്. ഇത് എല്ലാ കുട്ടികളിലും ഉണ്ടാവില്ല, പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം കൂടി പ്രീടേംസിനുണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് വരാറുള്ളത്. പിന്നെ കാർഡിയക് സിസ്റ്റം, BP മെയിൻ്റനൻസ് ഉൾപ്പെടെ ചില കാര്യങ്ങൾ വളരെ പ്രീടേമായിട്ടുള്ള ചില കുട്ടികൾക്ക് പ്രശ്നം വരികയും നമുക്ക് അവർക്ക് ഐനോട്രോപ്സ് ഉൾപ്പെടെയുള്ള സപ്പോർട്ട്സ് കൊടുക്കേണ്ടി വരികയും ചെയ്യാറുണ്ട്. ഇതെല്ലാം വിശദമായിട്ട് പറയേണ്ടതാണ്, ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്. പിന്നെ ദഹന വ്യവസ്ഥയിൽ 34 ആഴ്ചയ്ക്ക് മുമ്പുള്ള കുട്ടികളിൽ സ്വാഭാവികമായിട്ട് അമ്മയുടെ പാല് കുടിക്കാനും അത് ശ്വാസതടസ്സം ഉണ്ടാവാതെ ഇറക്കുകയും ചെയ്യുന്ന ആ പ്രക്രിയ നല്ല രീതിയിൽ നടക്കില്ല. സക്ക് സ്വാലോ സൈക്കിൾ എന്നാണ് ഇതിന് പറയുക. ഈ ഒരു പ്രോസസ്സ് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 34 വീക്സ് എങ്കിലും ഓൺ ആൻ ആവറേജ് ആവണം. അതിനും താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് നേരിട്ട് അമ്മയുടെ പാല് പലപ്പോഴും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം. ഇത് പലപ്പോഴും പാരൻസ് സംശയമായിട്ട് ചോദിക്കാറുണ്ട്, കുട്ടിക്ക് അമ്മയുടെ പാല് തന്നെയല്ലേ ഏറ്റവും നല്ലത്, എന്തുകൊണ്ട് കുട്ടിക്ക് നമ്മൾ അമ്മയുടെ പാല് തുടക്കത്തിലേ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നേരിട്ട് പാല് വലിപ്പിക്കുന്നില്ല എന്നുള്ളൊരു സംശയം. ഇതാണ് അതിൻ്റെ റീസൺ. പ്രീടേം ബേബീസിലോ വേറെ ചില കാരണങ്ങൾ കൊണ്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉള്ള കുട്ടികളിലോ കുട്ടിക്ക് നേരിട്ട് പാല് വലിച്ചു കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ന്യൂബോണിനെ സംബന്ധിച്ച്, എസ്പെഷ്യലി പ്രീടേം ബേബീസിനെ സംബന്ധിച്ച്, അവർക്ക് ചെയ്യാനുള്ള ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും സ്ട്രെയിൻ ഉള്ള ജോലിയാണ് അമ്മയുടെ പാല് വലിച്ചു കുടിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് തുടക്കത്തിലേ പലപ്പോഴും അത് ചെയ്യിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് പലപ്പോഴും ആദ്യം NG ട്യൂബ് വഴി, ഒരു മൂക്കിൽ വഴി ട്യൂബ് ഇട്ടിട്ട് അതുവഴി പാല് ആദ്യം കൊടുക്കുകയും അതിൽ കുട്ടിയുടെ റെസ്പോൺസ് കുറേശ്ശെ പാലിൻ്റെ അളവ് കൂട്ടി കുട്ടി അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കുകയും അത് ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത ലെവലായ ഗോകർണം വഴി കൊടുക്കുന്ന പാലഡേ ഫീഡ്സിലേക്ക് കിടക്കുകയുമാണ് ചെയ്യാറ്. ഈ ഓരോ സ്റ്റെപ്പിലും കുട്ടി അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നോക്കണം. കുട്ടിയുടെ വയറിൻ്റെ വീർമത, ദഹന പ്രക്രിയ ശരിക്കും നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാറുണ്ട്. പ്രീടേംസിൽ NEC, നെക്രോട്ടൈസിങ് എൻട്രോകൊളൈറ്റിസ് എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാറുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ പാലിൻ്റെ ദഹനം ശരിയായി നടക്കാത്തത് കൊണ്ട് വയറിന് വീർമതയും വൈറൽ സെക്രീഷൻസും വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ പതിയെ ഫീഡ് തുടങ്ങുകയും ഓരോ സ്റ്റെപ്പിലും കുട്ടിയുടെ ദഹന പ്രക്രിയ ഒബ്സർവ് ചെയ്യുകയും വഴി മാത്രമാണ് നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയുക. കുട്ടി സ്പോണ്ടേനിയസ് ആയി നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം NG ഫീഡ്സിന് ശേഷം ഗോകർണം വഴി പാലഡേ ഫീഡ്സും അത് കഴിഞ്ഞ് ഇവൻച്വലി നേരിട്ട് വലിപ്പിക്കുകയുമാണ് ചെയ്യാറുള്ളത്. ഈ ഓരോ സ്റ്റെപ്പിലും കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ഗ്രാജുവലി കൂട്ടുക എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ NG ട്യൂബ് വഴി കൊടുക്കുമ്പോൾ കുട്ടിക്ക് ദഹിപ്പിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളാണ് ചെയ്യുന്നത്. അത് വയറിൽ എത്തിക്കുക എന്നുള്ള വരെ കാര്യങ്ങൾ പുറമെ നിന്ന് സപ്പോർട്ടോടുകൂടിയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഗോകർണം വഴി കൊടുക്കുമ്പോൾ കുട്ടിക്ക് പാല് ഇറക്കണം, ദഹിപ്പിക്കണം. അതായത് കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് കൂടുകയാണ്, കുട്ടീനെ മോർ ആൻഡ് മോർ ഇൻഡിപെൻഡൻ്റ് ആക്കുകയാണ് നമ്മൾ. അതുകൂടി ഓക്കെ ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ആയ ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് DBF ആണ് ചെയ്യിക്കാറ്. DBF ചെയ്യുമ്പോൾ ടോട്ടൽ ആയിട്ടുള്ള എഫേർട്ട് കുട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ റെസ്പിറേറ്ററി, കാർഡിയാക് ആൻഡ് GIT കോംപ്ലിക്കേഷൻസ് ഉണ്ട് ന്യൂബോൺസിന്. പിന്നെ ഷുഗർ വേരിയേഷനുള്ള സാധ്യത, ഷുഗർ കുറയാനും ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ന്യൂബോൺസിൽ കൂടുതലാണ്. ആദ്യത്തെ 72 മണിക്കൂറിലാണ് ഇതിൻ്റെ റിസ്ക് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് ന്യൂബോൺ ബേബീസിന്, പ്രീടേം ബേബീസിനും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ചെക്ക് ചെയ്യേണ്ടി വരികയും ആവശ്യം വന്നാൽ, ഷുഗർ കുറയുന്ന സാഹചര്യം വന്നാൽ പുറമെ നിന്ന് എക്സ്റ്റേണൽ ഫീഡ്സ് സപ്ലിമെൻറ്റ് ചെയ്യുകയും വേണ്ടി വരിക. അപ്പോൾ പിന്നെ മഞ്ഞനിറം NNH കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതിന് നമുക്ക് പീരിയോഡിക് ആയിട്ടുള്ള ചെക്കിങ്ങും ഫോട്ടോതെറാപ്പി എന്നുള്ള ട്രീറ്റ്മെൻറ്റുമാണ് കൊടുക്കാറ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ന്യൂബോൺ ബേബീസിൽ, പ്രിമച്യൂർ ബേബീസിൽ വരാറുള്ള ചില കോംപ്ലിക്കേഷൻസ് വളരെ ബ്രീഫായിട്ട് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു.